പോട്ടെ. നോക്കിയിട്ട് വണ്ടി വരുന്നതെന്ന് ഉറപ്പ് വരുത്തിട്ട് വേണം നമ്മൾ റോഡോട്ട് കയറാം അല്ലേ? ഇൻഡിക്കേറ്റർ വിട്ട് ഇറക്കത്തിൻ്റെ അല്പത്തിലാണെങ്കിൽ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കുമായിട്ട് പിടിച്ചോണ്ടിരിക്കണ്ടാവും, മുന്നോട്ട് പോകണം കേട്ടോ. ബ്രേക്ക് കാലങ്ങൾ ലൂസാക്കിയാൽ വണ്ടി പോകും. കയറ്റത്തിലാണെങ്കിൽ ബ്രേക്കുമായിട്ട് നമ്മൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് വെക്കേണ്ടത് കേട്ടോ. ബ്രേക്ക് കാല് നമ്മൾ ട്രാക്കിലോട്ട് ഒരുത്തും കയറി വരുന്നുണ്ടോ അപ്പം ബ്രേക്ക് ചവിട്ടിക്കണം കേട്ടോ. വേറെ ഒരുത്തിനും അപകടം നിയമം ലംഘിച്ചു എന്ന് അപകടം ഉണ്ടാക്കുന്ന അതിൻ്റെ അർത്ഥം കേട്ടോ. അത് ഡിഫെൻസീവ് ഡ്രൈവ് എന്ന് കേട്ടോ. ഇവിടെ 2 മഞ്ഞോര കിടക്കുന്നുണ്ട്, അവിടെ ഒരു കാരണവശാലും ഓവർടേക്കിങ് പാടില്ല എന്നുള്ള സ്ഥലമാണ് കേട്ടോ. റോഡിലോട്ട് കയറി പോകും കേട്ടോ. ഇവിടെ തന്നെ ബ്രേക്ക് കാലം ഒന്നണം, ഇടതുവശത്തോട് ചേർന്ന് പോകണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ബ്രേക്കിലോട്ട് കാല് വന്ന് ഡിച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിക്കണം കേട്ടോ. വളവൊക്കെ തിരിയാൻ നേരത്ത് ബ്രേക്കിലെ കാല് വരണം കേട്ടോ. ദൂരെ നോക്കണം. ഇടത്തോടുള്ള വളവ് തിരിയാൻ നേരത്ത് ഇച്ചിരി ഗ്യാപ്പിട്ട് പൊക്കണം കേട്ടോ. പിന്നെ നടക്കാർ എങ്ങനെ എതിര് നടന്നു പറഞ്ഞാൽ അവർ വലതുവശത്തോടെ നടന്നു പറഞ്ഞാൽ അത് കാരണം കേട്ടോ. ബ്രേക്ക് എപ്പോഴും രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഏത് ലൈറ്റ് ഡിം ലൈറ്റ് ഇട്ട് ഓടിക്കാം കേട്ടോ. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്ക് കാലം. ഈ സൈൻ ബോർഡുകൾ ഇല്ലാത്തൊരു റോഡ് മാർക്കിംഗ് ഉണ്ട്, അതൊക്കെ കണ്ട് വേണം നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. എല്ലായിടത്തും സൈൻ ബോർഡുകൾ കാണണമെന്നില്ല. ഇപ്പോൾ റോഡ് മാർക്കിങ്ങിൽ ഇതുണ്ടോ, മഞ്ഞ 2 ഉണ്ട്. അവിടെയൊക്കെ എത്ര കിലോമീറ്റർ സ്പീഡ് വേണം? 30 കിലോമീറ്റർ സ്പീഡാണ്. ഇപ്പോൾ ഏത് ഗിയറാ? ഇപ്പോൾ ടാക്സി എടുത്ത് 3rd ഗിയറാണ് കേട്ടോ. ഈ വണ്ടി നമ്മളോട് സംസാരിക്കുന്നത് തന്നെ റോഡ് മാർക്കിങ്, റോഡിൻ്റെ മാർക്കിങ്ങൊക്കെ നമ്മൾ സംസാരിക്കുക, മനസ്സിലാക്കി പോകണം കേട്ടോ. ബ്രേക്ക് വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ട് പോകണം. അതുകൊണ്ട് അവർ പാർക്ക് ലൈറ്റ് ഇട്ടുണ്ടല്ലോ തന്നെ. വണ്ടി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഏത് ലൈറ്റ് ഉണ്ട്? പാർക്ക് ലൈറ്റ് ഇടണം. അത് ഇരുട്ടിക്കഴിഞ്ഞാലോ ഡിം ലൈറ്റ് ഇടണം, ഡിം കേട്ടോ. ഇപ്പം രാത്രി സമയങ്ങളിൽ വണ്ടി ഇതൊക്കെ ഒരു വണ്ടി നമ്മൾ വളവിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വലത്തോട്ട് തിരിച്ചേക്കല്ല ബ്രേക്ക് ഔട്ട് നിർത്തുകയുണ്ട് കേട്ടോ. വണ്ടി മുന്നോട്ട് പോകാൻ നോക്കണ്ട. ഒരു വളവിൽ എടുത്ത് ഓവർടേക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ കേട്ടോ, മുന്നോട്ട് പോകേണ്ട. അപ്പം തന്നെ ബ്രേക്ക് ഔട്ട് നിർത്തി കൊടുക്കണം. ഇടത്തോടുള്ള ഓവർടേക്കിംഗ് ആണ്, അവർ നമ്മുടെ മുന്നോട്ട് കയറി വരും കേട്ടോ. അപ്പോൾ അവിടെ ബ്രേക്ക് ഔട്ടായാലും മാത്രം നമുക്ക് രക്ഷയുള്ളൂ. അല്ല വണ്ടി മുന്നോട്ട് പോകേ വേണ്ട കേട്ടോ.
അതുപോലെ രാത്രി സമയങ്ങളിൽ റോഡിൻ്റെ നടുഭാഗത്തോട്ട് കയറി വരണം, ഇടതുവശത്തിൻ്റെ ആ ഭാഗത്തോട്ട് കയറി വരണം കേട്ടോ. റോഡിന് നടന്ന് പറഞ്ഞാൽ ഇടതുവശത്തിൻ്റെ അങ്ങോട്ട് കയറി വരണം. എവിടെ ഇടതുവശത്തോട്ട് പോകല്ലേ. സൈഡിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും, നമുക്ക് കാണത്തില്ല കേട്ടോ. രാത്രി സമയത്ത് പിന്നെ നമ്മൾ കാൽനടക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തെളിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ ഇരുണ്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണിൽ കിട്ടില്ലാത്ത കാരണമാണ് നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ പറഞ്ഞത് കേട്ടോ. രാത്രി സമയങ്ങളിലൊക്കെ സീബ്രാബാരിക്കൂടെ മാത്രമേ വണ്ടി നമ്മൾ റോഡ് വട്ടം കിടക്കാവുള്ളൂ കേട്ടോ. രാത്രിയാണേലും പകലാണേലും. കയറ്റത്ത് ബ്രേക്ക് ഇടണമെന്നില്ല, ആക്സിഡൻറ്റിന് കാലെടുത്താൽ മതി കേട്ടോ. അന്നേരം വണ്ടിയുടെ ഭാരമൊക്കെ പുറകോട്ടല്ലേ കിടക്കുന്നത്, അത് കാരണം വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് പോലെ ആയിക്കോളും കേട്ടോ. സ്പീഡ് കുറഞ്ഞോളും. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കുകയാണെങ്കിൽ കേട്ടോ, ഇൻഡിക്കേറ്റർ കിട്ടും. എവിടെ റൂട്ടിലോട്ട് ഒതുക്കണ്ട, കേട്ടോ. വെച്ച് നല്ലൊരു ചവിട്ടിപ്പിടി, തെച്ച് ഫുള്ളായിട്ട് ചവിട്ടിപ്പിടി മക്കളെ. എനിക്ക് ചവിട്ടിപ്പിടി. അതായത് നമ്മൾ ഒതുക്കാൻ നേരത്തെ ക്ലച്ചാണ് ചവിട്ടിക്കണം കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി അങ്ങ് സ്പീഡ് കുറഞ്ഞ് എഞ്ചിനും ഗിയർ ബോക്സും നമ്മൾ ബന്ധം വിജയിച്ച് കഴിയുമ്പോൾ തന്നെ സ്പീഡ് കുറഞ്ഞ് ഓടിപ്പോകുന്നുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒന്നിച്ച് ചവിട്ടി നിർത്താൻ വേണ്ടി നിൽക്കണ്ട. ക്ലച്ചാണ് ചവിട്ടുമ്പോൾ വണ്ടി അങ്ങോട്ട് ഫ്രീ ആയിക്കോളും കേട്ടോ. അത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഒതുങ്ങി കഴിഞ്ഞിട്ട് ക്ലിയറായിട്ട് ഒതുങ്ങിയോന്ന് നോക്കി കഴിഞ്ഞിട്ട് വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്താവുള്ളൂ കേട്ടോ. ഓക്കെ.